ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വലിയ നോമ്പിൻ്റെ 13-ാമത്തെ ദിനം, കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 13-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും നമ്മുടെ മുൻപിൽ യാത്ര തീരുവാനായിട്ടുണ്ട്. നോമ്പുകൊണ്ട് അവസാനിക്കുന്നതായ ഒരു യാത്രയല്ല നമ്മുടെ യാത്ര. ക്രിസ്തുവിനോടൊപ്പം എന്നും സഞ്ചരിക്കുവാൻ, അവൻ്റെ പാതകളെ പിൻപറ്റുവാൻ, അവൻ്റെ ശിഷ്യനായി തീരുവാൻ ഉള്ളതായ യാത്ര. ആ യാത്രകൾ വളരെ കഠിനമാണ്. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നാം യാത്ര ചെയ്യുമ്പോൾ അവൻ നമ്മെ തൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കും. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം. സാംസ് ചാപ്റ്റർ 37 വേഴ്സ് 4. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Delight yourself in the Lord, and He will give you the desires of your heart. വലിയ നോമ്പിൻ്റെ 13-ാമത്തെ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൽ സന്തോഷിക്കാൻ പഠിക്കുക എന്നതാണ്. ഈ നോമ്പ് കാലം ചിലപ്പോൾ ത്യാഗവും ഗൗരവവും നിറഞ്ഞതായി നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ ആഴത്തിൽ ഒരു സന്തോഷമുണ്ട്. അത് ദൈവസന്നിധിയിലെ സന്തോഷമാണ്. ലോക സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലോ, അത് വളരെയധികം വിഷമത്തിന് കാരണമായി തീരും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷം അത് സ്ഥിരമാണ്. കാരണം അത് അവൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. കർത്താവിൽ സന്തോഷിക്കുക എന്നത് അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക, അവൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുക, അവൻ്റെ വഴിയിൽ നടക്കാൻ തയ്യാറാകുക. നാം ദൈവത്തെ ഒന്നാമതായി വയ്ക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും പയ്യെ പയ്യെ അവൻ്റെ ഇഷ്ടമായി ഒത്തുചേരും. പ്രിയമുള്ളവരെ, അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മുടേതല്ല, പിന്നെയോ അത് തമ്പുരാൻ്റെ ഇഷ്ടമാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം എന്താണ്? ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ നിൽക്കുന്നുണ്ടോ? അതോ അവൻ്റെ അനുഗ്രഹങ്ങളിൽ മാത്രമാണോ ഞാൻ സന്തോഷിക്കുന്നത്? കർത്താവിൽ സന്തോഷിക്കുന്ന ഹൃദയം സ്ഥിരതയുള്ളതും സമാധാനമുള്ളതുമായി തീരും. ഈ നോമ്പ് കാലത്ത് കർത്താവിൽ സന്തോഷിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ, കർത്താവിൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായി തീരുവാൻ, കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് സമർപ്പണ ഹൃദയത്തോടെ ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളെ മുറ്റുമായി ദൈവസന്നിധിയിൽ ഈ നോമ്പുകാലത്ത് നമുക്ക് സമർപ്പിക്കാം. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ചു കഴിയുമ്പോൾ സമർപ്പണത്തെ ദൈവം മാനിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം,
പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. സാഹചര്യങ്ങളെക്കാൾ നിന്നിൽ ഞാൻ ആശ്രയിക്കുവാൻ ഇടയായിത്തീരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ ഇഷ്ടവുമായി ഒത്തുചേരുവാൻ ഇടയായിത്തീരണമേ. എൻ്റെ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹത്തോടെ, ജോയൽ അച്ചൻ.